വേറെ ആരും എത്തിയില്ലേ? ഞാൻ കരുതി എല്ലാ തൊഴിലാളികളും എത്തിക്കാണോന്ന്. അല്ല, അറിയിക്കാഞ്ഞിട്ടാ. എല്ലാരും കൂടെ എത്തിയ വലിയ മെനക്കെടാവും. അവനാ മഹി. അങ്ങനെ പോകാൻ വരട്ടെ. അവന്മാരെ ഹോസ്പിറ്റലിലാക്കിട്ട് പോയാ മതി. എന്റെ ശിഷ്യൻ വിളിച്ച് പറഞ്ഞിരുന്നു കൊല്ലാനും വിറ്റൊക്കെ നിന്നവര് ശാകാറായി കിടപ്പണെന്ന്. വൈകിട്ട് വീണ്ടും വിളിക്കാന്നാ പറഞ്ഞേക്കണത്. വല്ലതും പറയാണ്ടെങ്കിൽ പറഞ്ഞേക്കാ. ഓ, എനിക്ക് പറയാനുള്ളത് ഞാൻ നേരിട്ട് പറഞ്ഞോളാം. നേരിട്ടാ? അതെ, ഞാൻ അവനെ കണ്ടുപിടിച്ചോ. ആരാ എന്താണെന്നൊക്കെ കയ്യോടെ പിടിച്ചു. പിന്നെ ഇന്ദുവിനോടുള്ള സ്നേഹം കൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞത്? അതെ. ആ സ്നേഹം അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് വേണമെങ്കിൽ വിളിക്കുമ്പോൾ പറഞ്ഞേക്ക്. നേരിട്ട് പറയുമ്പോഴുള്ള ചളുപ്പൊഴിവാക്കാം. താൻ അളിയനെ ഒന്ന് വിളിക്ക്. ഞാനിവിടെ ഉണ്ട്. യതീന്ദ്രൻ ദാണ്ട കിടക്കണു. കൊണ്ടുവരുമ്പോ ബോധമില്ലായിരുന്നു. എന്നാലും നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ടും അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാൻ നാണക്കേടായി പോയി. സാരമില്ല, അവനെ ഞാൻ പൊക്കിക്കോളാം. അവനെ അത്ര നിസ്സാരനായി കാണരുത്. ഒരു SI വിചാരിച്ചാലൊന്നും അവനെ പിടിക്കാൻ പറ്റില്ല. തല്ലുപൊളി. ഈ SI വിചാരിച്ച എന്ത് നടക്കുമെന്ന് ഞാൻ കാണിച്ചുതരാം. അവന് വേണ്ടി ഒരു ബെഡ് ബുക്ക് ചെയ്തിട്ടേര്. ഹലോ ഫ്രാങ്ക്. മായാവിടെ കല്യാണക്കാരൻ ഞങ്ങളും കൂടെ ഒന്ന് കേക്കട്ടെ ഫ്രാങ്ക്. അതൊക്കെ പിന്നെ കേക്കാം. ഇപ്പൊ അങ്ങോട്ട് മാറി നിൽക്കണോ അതോ ഞാൻ നട്ടല് ചവിട്ടണോ? ഹലോ, അവന്മാരെന്തോന്നാ പറഞ്ഞത്? കല്യാണം? അതെ, ഇന്ദുവിനെ നിനക്കല്ലട്ടാ, താങ്കൾക്ക് ക്ഷമിക്കണേ, കെട്ടിച്ചു തരാൻ ശിവശങ്കരൻ മുതലാളി തീരുമാനിച്ചു. അതിന് മുതലാളി എന്നെ കണ്ടിട്ട് പോലുമില്ലല്ലോ. മുതലാളി എന്താ മുതലെന്നാ വിചാരിച്ചേക്കണേ? മായാവി ആരാണെന്നും എന്താണെന്നൊക്കെ പുള്ളിക്കാരൻ മനസ്സിലാക്കിയെന്ന് എന്നോട് പറഞ്ഞു. അങ്ങേർക്ക് അങ്ങോട്ട് ബോധിക്കുകയും ചെയ്തു. ഇനി മറഞ്ഞു നിന്നിട്ട് ഒരു കാര്യമില്ല, നേരിട്ട് എന്ന് കല്യാണം ഉറപ്പിച്ചോ. പിന്നെ എന്നെ കാണുമ്പോ പരിചയമില്ലാന്ന് പറയരുത്. ആശാനാണെന്ന് തന്നെ പറയണം. എന്താ, സമ്മതല്ലേ? അയ്യോ, എന്നാലും നീയുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ച ആ പെണ്ണിനെ സമ്മതിക്കണം. അതെന്താടാ മൊശകോടാ? ഞാൻ അത്രയ്ക്ക് അസ്മാദൃശനാണോ? നീ നിളിക്കാതെ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചോ? ആയിക്കോട്ടെ. അവൻ ഇതിനകത്തുണ്ട്. നമ്മുടെ ജീപ്പിൽ ചോരയാക്കണ്ട. പോയി വേറെ ഏതെങ്കിലും വണ്ടി വിളിച്ചോണ്ട് വാ. ഏതായാലും ബെഡ് ബുക്ക് ചെയ്തത് നന്നായി. ഏമാന് വന്ന് മലനടിച്ച് കയറി കിടക്കാൻ ഒരു സ്ഥലമായല്ലോ. ഇല്ലെങ്കിൽ ഇപ്പം കുഷ്ഠരോഗികളോടൊത്ത് വരാന്തേ കിടക്കേണ്ടി വന്നേനെ. ഞാൻ പറഞ്ഞതല്ലേ അവനെ നിസ്സാരനായിട്ട് കാണരുത്, ബുദ്ധിപൂർവ്വം നേരിടണമെന്ന്. അതിനെവിടുന്നാടോ ബുദ്ധി? തലയ്ക്കകത്ത് വെറും മൂളക്കം മാത്രമേ ഉള്ളൂ. പിന്നെ ടമാർ പളാറെന്നുള്ള ഇടിയുടെ ഒച്ചയും. ഈ മൂളക്കം കുറെ മുമ്പ് അളിയന്റെ തല ഉണ്ടായിരുന്ന ഇത്ര കുഴപ്പം വരില്ലായിരുന്നു. ആ ബുദ്ധി പ്രയോഗിച്ചാണല്ലോ മഹി എന്ന് പറയുന്ന എണ്ണക്കെട്ടവൻ ഇവിടെ എത്തിച്ചത്. പിന്നെ അവനെ വകവരുത്താൻ വേണ്ടി ഇവനെ കൊണ്ടുവന്നു. ഇനി ഇവറ്റകളെല്ലാം കെട്ടിക്കാൻ വേണ്ടി ആരെയാണോ അവ കൊണ്ടുവരാൻ പോണേ? എന്താ ആരാ നീ? ഞാൻ ചെയ്യുന്നത് ചെയ്യാം. എന്ത് ചെയ്യാൻ? ഡാൻസ്. ഡാൻസോ? എനിക്ക് ഡാൻസ് പഠിക്കണം, പക്ഷെ പേരില്ല. മൈ ലക്ക്, നിന്നെ എനിക്ക് കിട്ടി. കിട്ടിന്ന് പറയാൻ ഞാനെന്താ പാവേ? പ്ലീസ്, നീ ഇത് പഠിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം.